നേതൃമാറ്റ ചർച്ചകൾ നിഷേധിച്ച് കോൺഗ്രസ് നേതാക്കൾ. കെപിസിസി അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് വി.ഡി. സതീശനും രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും പ്രതികരിച്ചു. UDF ഏകോപന സമിതി യോഗം കൊച്ചിയിൽ തുടങ്ങി. ശശി തരൂർ അഭിമുഖ വിവാദം, വന്യജീവി ആക്രമണം രൂക്ഷമാകുന്നത്, കടൽമണം ഘടനം അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. കെപിസിസി അധ്യക്ഷനെ നീക്കുമെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ പാർട്ടി ചർച്ച ചെയ്യുന്നതെന്നും യോഗത്തിന് മുൻപ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എനിക്ക് കിട്ടില്ല. ഞങ്ങളിവിടെ വളരെ ഗൗരവമായിട്ട് UDF മുഴുവൻ ദിവസം യോഗം ചേരുവാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം KPCCയുടെ യോഗം ചേർന്നു. ഞങ്ങൾ സംഘടനാപരമായ കാര്യങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകൾ കൂട്ടായി ഞങ്ങൾ ഒരുമിച്ച് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേറെ വാർത്തയൊന്നുമില്ല. നിങ്ങൾ കോൺഗ്രസിലേക്ക് അതൊക്കെ ഹൈക്കമാൻഡ് നോക്കും. ആ കാര്യങ്ങൾ അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ദേശീയ നേതൃത്വ അക്കാര്യത്തിൽ നോക്കി വേണ്ട പോലെ തീരുമാനം എടുത്തോളൂ. ഇങ്ങനെ ഒരു ചർച്ച എങ്ങനെ വന്നോ എനിക്കറിയില്ല. ഇതൊരു അനാവശ്യ ചർച്ചയാണെന്നാണ് എൻ്റെ. ആദ്യം ജയിച്ചു വരട്ടെ, അത് നമുക്ക് ജയിക്കുക, ഇലക്ഷൻ ജയിക്കുക. ആദ്യം ലോക്കൽ ബോഡി ജയിക്കുക, പിന്നെ അസംബ്ലി ജയിക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ ജയിച്ചു വരുന്ന MLA മാരുടെ അഭിപ്രായം നോക്കി ഹൈക്കമാൻഡിലേക്ക് പോകും. അതിലൊന്നും ആരും പറയിടാവേണ്ട കാര്യമില്ല. UDFന്റെ മീറ്റിംഗിൽ അജണ്ട ഉണ്ട്. അജണ്ട വെച്ച് ഉള്ള ചർച്ച അതായിരിക്കും UDFൽ നടക്കുക. അല്ലാത്ത പിന്നെ എന്നത്തെ അജണ്ട ഉണ്ടല്ലോ, ഇന്നത്തെ അജണ്ട ഉണ്ട്. അതാണ്. അഭ്യൂഹങ്ങൾക്കൊന്നും യാതൊരു കാര്യമില്ല. അജണ്ടയിലുള്ള കാര്യങ്ങൾ അതാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ച് തെരഞ്ഞെടുപ്പ് നേരിടുന്ന രീതി UDFനില്ലെന്നും ചർച്ച ചെയ്ത് പരിഹരിക്കാവുന്ന വിഷയങ്ങളെ ഉള്ളൂ എന്ന് മുസ്ലിം ലീഗ് നേതാവ് PM.A. സലാമും പ്രതികരിച്ചു. ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, പല വിഷയങ്ങൾ, ശശി തരൂർ അഭിമുഖ വിവാദം തൊട്ട് KPCC അധ്യക്ഷനെ മാറ്റുന്നതടക്കമുള്ള വിവാദങ്ങളിൽ ഇത് ഏതൊക്കെ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് സമിതി യോഗത്തിന് മുൻപ്? അപർണ, ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇത് KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെയൊരു നേതൃമാറ്റ ചർച്ച എന്നത് സംബന്ധിച്ച കാര്യങ്ങളിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വലിയ രീതിയിലുള്ള ചർച്ചകൾ മറ്റ് ഘടകകക്ഷികളടക്കം നടത്തുന്നു. അല്ലെങ്കിൽ ആ രീതിയിൽ ചില അഭിപ്രായങ്ങൾ ഉയരുന്നു, ഇതിനോട് പലരും പ്രതികരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ ഉയർന്നു നിന്നിരുന്നു. എന്നാൽ ഇന്ന് UDF യോഗത്തിലേക്ക് വരുമ്പോഴേക്കും പ്രധാനമായി അവർ നേരിടുന്ന ഒരു ചോദ്യവും ഇത് തന്നെയാണ്. ഈ രീതിയിലുള്ളൊരു ചർച്ചകളിലേക്ക് പോകുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് എല്ലാവരും തന്നെ ആരാഞ്ഞത്. എന്നാൽ അതിന് തീർത്തും തന്നെ നിരാകരിക്കുന്നു. ഇങ്ങനെയൊരു ചർച്ചയെ ഉണ്ടായിട്ടില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രതികരിക്കുന്നത്. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ തന്നെ അത് പറയുന്നു. ഇത് ഉണ്ടാക്കിയെടുത്ത ചില ചോദ്യങ്ങളാണ്, അതിന് പ്രതികരിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. കെ മുരളീധരനും ഇത് തന്നെ പറയുന്നു. ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് നല്ല രീതിയിൽ തന്നെയാണ്. അതിൽ മറ്റൊരു രീതിയിലുള്ള ഒരു ചർച്ചകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇതിന്റെ ആവശ്യവുമില്ല എന്ന് പറയുകയും ചെയ്യുന്നു. സമാനമായ രീതിയിൽ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിയും അതോടൊപ്പം തന്നെ PM.A. സലാം ഉൾപ്പെടെയുള്ളവർ പ്രതികരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതിനോടൊന്നും ഒരു ചോദ്യങ്ങളോടും പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ കടന്നു പോകുന്നത്. അങ്ങനെ ഇതിൽ രമേശ് ചെന്നിത്തലയും സമാന രീതിയിൽ തന്നെ അഭിപ്രായം പറയുന്നു. അങ്ങനെ പൊതുവിൽ ഇങ്ങനെ ഉയർന്നു വന്ന ഈ ചർച്ചകളെ മാധ്യമങ്ങൾക്ക് മുന്നിൽ അത്തരം അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നിട്ടില്ല, അങ്ങനെ ഒരു ചർച്ചകളെ ഇല്ല എന്ന രീതിയിൽ തന്നെ നേതാക്കൾ പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും UDF യോഗം അല്പസമയം മുമ്പ് ആരംഭിക്കുകയും ചെയ്തു. പ്രധാന അജണ്ട എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒരുക്കിയെടുക്കുക UDF സംവിധാനത്തെ എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എങ്കിൽ കൂടിയും സമകാലീനമായ പല വിഷയങ്ങളും അത്തരം കാര്യങ്ങൾ ചർച്ചകളിലേക്ക് വരുമെന്ന കാര്യത്തിൽ ഇതിൽ ഡാനി, ശശി തരൂരുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, അതിൽ ആ തർക്കങ്ങൾ അവസാനിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിൽ എന്ന് കൂടി ഇതിനൊപ്പം വിലയിരുത്താം അല്ലേ? അങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത്. എങ്കിലും അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ചർച്ചകൾ ഉണ്ടാകുമോ എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. യാതൊരു രീതിയിലുള്ള ഒരു സൂചന അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് പറയുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം തന്നെ, തരൂർ തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരണം നൽകിയതാണ് എന്ന രീതിയിലാണ് പറയുന്നത്. എങ്കിലും സ്വാഭാവികമായും ചില അനുരണനങ്ങൾ നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതുണ്ട്. കാരണം പലരും തന്നെയും, പ്രത്യേകിച്ച് ലീഗ് തന്നെയും ഇത്തരം കാര്യങ്ങൾ ചില രീതിയിലെങ്കിലും ഒരു അഭിപ്രായ പ്രകടനങ്ങൾ നേരത്തെയും തരൂരിനെ അനുകൂലമായിട്ട് തന്നെ നേരത്തെയും ചില കാര്യങ്ങൾ ഈ വിഷയങ്ങളിലല്ല എങ്കിലും അദ്ദേഹത്തിനോടുള്ള ഒരു അടുപ്പം വ്യക്തമാക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകളിലേക്ക് അതെല്ലാം വഴി തുറക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഇത്തരം കാര്യങ്ങളിൽ തുറന്ന ഒരു ചർച്ച, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു. അപ്പോൾ വലിയ രീതിയിലേക്ക് ഒരു തുറന്ന സംഘടന
സംഘടനകളിലേക്ക് ഇല്ലാതെ മുന്നോട്ട് പോകുക UDF എന്ന സംവിധാനത്തെ എന്ന് തന്നെയാകും ഇതിന്റെ ഒരു പൊതു ഐക്യ കാഹളം എന്ന് പറയുന്നത്. ഡാനി പോൾ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ.